പി നായർ ഇത് 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 കേരള വനവകുപ്പിന്റെ കണക്കാണ്. 2011-12 113 മനുഷ്യർ, 12-13 126 മനുഷ്യർ, 13-14 126 മനുഷ്യർ, 14-15 104 മനുഷ്യർ, 16-17 145 മനുഷ്യർ, 17-18 119 146 90 88 113 22-23 89 23-24 76 24-25 53 എന്നിങ്ങനെ ഇതെല്ലാം കൂട്ടി വരുമ്പോഴത്തേക്കാണ് ഈ 1500 കണക്ക്. അത് വയനാട്ടുകാരനെ ശ്രീത്തുവരുവിനൊരിക്കലും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്നിട്ട് ആ കാർഡിൽ എന്താണ് ചില സൈബർ സഖാക്കളൊക്കെ എടുത്തിട്ട് അതിനെ ട്രോളി ഈ മനുഷ്യരെല്ലാം കൂടെ ഹാഷ്മി താജ് ഇബ്രാഹിം ശ്രീകണ്ഠൻ നായരോട് തിന്നാണോ എന്നൊക്കെ പറഞ്ഞു കണ്ടു. ഇൻസെൻസിറ്റീവായ കമൻറ്റ് പോട്ടെ, അവരുടെ സ്വഭാവം. ശ്രീ രാജു പി നായർ, ഇത്രയും മനുഷ്യരെ കേരളത്തിൽ കാട്ടുമൃഗങ്ങൾ കൊല്ലുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ആ ഗൗരവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഈ മലയോര മനുഷ്യരുടെ കൊടിയ വേദന, ഈ ഷാനവാസിനെ പോലുള്ള ചങ്ക് പൊടിയുന്ന വേദന അല്ലാതെ. രാജു പി നായർ, കാശ്മീർ, അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നാട്ടിൽ നീതി നടപ്പാക്കാൻ കഴിയുന്ന നടപടികൾ എടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഇല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. വയനാട് ഇന്ന് അരാജകത്വത്തിൻ്റെ വക്കിലാണ്. ഞാൻ വന്യമൃഗങ്ങളെല്ലാം വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഒരാളല്ല. വന്യജീവികളെ സംരക്ഷിക്കണം എന്ന് തന്നെ നിലപാടെടുക്കുന്ന ഒരാളാണ്. പക്ഷെ വന്യജീവി സംരക്ഷണത്തിന് അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണക്കാരാവുകയാണ്. ഇത് ഏതെങ്കിലും മരണം സംഭവിക്കുമ്പോൾ മാത്രം ഉണ്ടാവേണ്ടതല്ല. ഇതിന് ഈ നാട്ടിൽ ഈ കാട്ടിനകത്ത് നിന്ന് വന്യജീവികളെ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാല നടപടികൾ ഉണ്ടാവണം. കാട്ടിനകത്ത് ഭക്ഷണം ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കാത്ത സമയത്താണിത് പുറത്തേക്ക് വരുന്നത്. വെള്ളം ലഭിക്കുന്നില്ല, അതിന് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെയൊന്നും ഒരു നടപടിയും എടുക്കാതെ മരണത്തിന് നഷ്ടപരിഹാരം കൊടുത്തതിൻ്റെ പേരിൽ അവകാശങ്ങൾ ഉന്നയിക്കുന്ന സർക്കാർ ആയിട്ട് മാറുകയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വേഗതയും ഈ പറയുന്ന നടപടികൾക്കില്ല. ഇവിടെ നേരത്തെ ശ്രീ BN അസ്കർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, കടുവയെ വേലി കെട്ടി നിയന്ത്രിക്കാൻ കഴിയില്ല. പറ്റും. സുന്ദർബൻ ഫോറസ്റ്റുകളിൽ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെ കടുവകളെ അവിടെ വേലി കെട്ടി തിരിപ്പിച്ച് അവിടെ കടുവകളെ സംരക്ഷിച്ചിട്ടുണ്ട്, ആനകളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു അരിക്കൊമ്പൻ നമുക്ക് സ്ഥിരം ശല്യക്കാരനായിരുന്നല്ലോ. നിരന്തരമായിട്ട് ആഴ്ചകളിലും മാസങ്ങളിലും എല്ലാം ഇറങ്ങി വന്ന് ജനങ്ങളെ ശല്യം ചെയ്തിരുന്ന ഒരു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നല്ലോ. ആ അരിക്കൊമ്പനെ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് അതോറിറ്റിയിലേക്ക് കൊണ്ടേ വിട്ടു. നമ്മളിന്ന് ആ അരിക്കൊമ്പനെ കുറിച്ച് കഥകൾ പോലും കേൾക്കുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ല. എവിടെ പോയി അരിക്കൊമ്പൻ? നമ്മൾ കൗതുകമുള്ളൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് വായിച്ചായിരുന്നു. ഈ കാട്ടിനകത്തുള്ള ആനകൾക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ അരിയും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷണം തമിഴ്നാട് കാടിനകത്ത് കൊണ്ടുവെക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കാൻ സാധിക്കും. എന്ത് നടപടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്? ഒരു നടപടിയും എടുക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഭരണകൂടം ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലാന്ന് കയ്യും കെട്ടി നോക്കി നിന്നാൽ എങ്ങനെ സാധിക്കും? ഇവിടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രി വന്ന് പറഞ്ഞതിനെ കുറിച്ച് ശ്രീ ഉല്ലാസ് ബാബു സൂചിപ്പിക്കുകയുണ്ടായി. 2023 ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി വന്യജീവി വകുപ്പ്, ഈ പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിരുന്നു. എന്താ? അവിടെ നാഗർഹോൾ, ബന്ദിപ്പൂർ, സത്യമംഗലം, മുതുമലൈ, വയനാട് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾ, കർണാടകവും തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ 800 ചില്ലാനം കടുവകളുണ്ട്. വയനാടിൽ മാത്രം 80 ഇത്രയും കടുവകൾ ഏറ്റവും ഡെൻസിറ്റിയുള്ള ടൈഗർ ഡെൻസിറ്റിയുള്ള സ്ഥലമായിട്ട് ഈ റിസർവ് ഫോറസ്റ്റ് മാറിയിരിക്കുകയാണ്. അവിടെ വേലി കെട്ടി ഇവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിരുന്നു. എന്ത് നടപടിയെടുത്തു? ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം പരിഹരിക്കപ്പെടാനുള്ള നിയമത്തിന് ഭേദഗതി കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുമെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. അത് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ വന്യമൃഗങ്ങളെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് നടപടി ഉണ്ടായേനെ കേട്ടോ. ആ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഒരു കാര്യവും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സർവകക്ഷി യോഗവും മന്ത്രിയും ഉൾപ്പെടെ വന്നു പറയുന്ന സ്ഥലത്ത് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഫെൻസിങ് ഉൾപ്പെടെ പറഞ്ഞു. ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ അവിടെ ആക്രമണം ഉണ്ടായപ്പോൾ ആ ബീനാച്ചി എസ്റ്റേറ്റ് ഫെൻസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, മറുപടി കൊടുത്തു, ഞങ്ങൾ ചെയ്യാം എന്ന്. എന്തു ചെയ്തു? ഒരു ഫെൻസിങ് അവിടെ നടന്നിട്ടില്ല. ഈ കേരളത്തിൽ മുഴുവൻ, വയനാട് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ
ഇന്ന് ഫെൻസിങ് ഉൾപ്പെടെയുള്ളത് ഒരു പ്രവർത്തനവും നടക്കാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലായിടത്തും വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്, ഇടുക്കിയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും. പക്ഷേ അലക്സ്, എന്റെ ചോദ്യം, ഈ കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഇത്രത്തോളം ചെയ്യാൻ കഴിയും എന്നാണ് കിഫയുടെ നിലപാടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അതിൽ ഈ കോടതി ഒരു ക്ലാരിറ്റി വരുത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ, ഈ ഉദ്യോഗസ്ഥർക്ക് കൈവറക്കാതിരിക്കുമല്ലോ അലക്സ് ഒഴികെ. ഡെഫിനറ്റ്ലി അത് വാലിഡ് പോയിന്റ് ആണ്. ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങളുടെ കേസുകൾ 8-10 കേസുകൾ കേരള ഹൈക്കോടതിയുടെ പെൻഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ളൊരു വിഷയം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മാനദണ്ഡങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ബോധ്യം വന്നാൽ മാനേറ്റേഴ്സ് ആയിട്ടുള്ള കടുവയെ വെടിവെച്ച് കൊല്ലാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇൻട്രേ ബ്രൂണോ എന്ന കേസിലാണ് ഇപ്പൊ അരിക്കൊമ്പന്റെ കേസിലൊക്കെ വന്നത്. ഈ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള വിധികൾ പലതും വരുന്നുണ്ട്. ഈ പറഞ്ഞ കേസിൽ തന്നെ ഇപ്പൊ കളക്ടർക്ക് CRPC 131 ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പരാമർശം, വിധിയല്ല പരാമർശം, അത് ജുഡീഷ്യറിയുടെ ഭാഗത്ത് വന്ന തികച്ചും തെറ്റായിട്ടുള്ള സമീപനമാണ്. ഞാനത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് അങ്ങനെ അല്ല എന്നുള്ള വിധിയുണ്ട്. സുപ്രീം കോടതിയുടെ താഴെയാണ് ഹൈക്കോടതി. ആ സുപ്രീം കോടതിയുടെ വിധി പോലും മറികടന്നുകൊണ്ട് ഇവിടെ മൃഗപ്രേമികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള വിധികൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ കേരള ഹൈക്കോടതി നടത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈക്കോടതിയുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പം ഹൈക്കോടതിയിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിയമയുദ്ധങ്ങൾ നടന്ന സംഘടന ഞങ്ങളുടേത്. കേരള ഹൈക്കോടതിയിൽ നിലവിൽ 10ഓളം കേസുകൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഇൻട്രേ ബ്രൂണോ കേസ് അടക്കം. ഓക്കെ, അതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായിട്ട് നിയമപ്രശ്നമാണെന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് നിയമം ഉണ്ടാക്കിയതാരാ? ജഡ്ജിയല്ലല്ലോ നിയമം ഉണ്ടാക്കിയത്. നിയമം ഉണ്ടാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഇപ്പൊ രാജീവ് പി നായർ പറഞ്ഞു, ഇപ്പം രാഹുൽ ഗാന്ധി വേലി കെട്ടാൻ ആവശ്യപ്പെട്ടു വന്നു. വേലി കെട്ടിയതുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല രാജീവ് പി നായർ. ഈ വിഷയം കേരളത്തിന്റെ ഫോറസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് 8000 കിലോമീറ്റർ, ഒരു സൈഡ്, 2 സൈഡ് എടുത്ത 16000 കിലോമീറ്ററാണ്. ഈ 16000 കിലോമീറ്റർ വേലി കെട്ടി തീർക്കാൻ പറ്റുമോ? എന്ത് വേലി കെട്ടും നിങ്ങൾ പറയുന്നത്? ഈ വേലിക്ക് അനുയോജ്യമായ ടെറൈനാണോ ഇത് മുഴുവൻ? അല്ലല്ലോ. ഇത് എണ്ണം കുറയ്ക്കുക എന്നുള്ളതിന്റെ ആത്യന്തികമായിട്ടുള്ള പരിഹാരം, അതിനുള്ള പ്രൊവിഷൻ നിലവിലെ നിയമത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് 2021 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ 12BB എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് ചേർത്തിട്ടുണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ്. ഈ സയന്റിഫിക് മാനേജ്മെന്റിന് വേണ്ടി എണ്ണം കൂടുതലുള്ള കടുവകളെ എണ്ണം കുറഞ്ഞ കാട്ടിലേക്ക് മാറ്റാൻ നിലവിൽ പ്രൊവിഷനുണ്ട്. 2022 മന്തക്കൊല്ലി ബത്തേരി ഭാഗത്ത് ഈ കടുവ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കിഫ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയുണ്ട്. 3 മാസത്തിനുള്ളിൽ കേരള സർക്കാർ നടപടിയെടുത്ത് കടുവകളെ മാറ്റുന്ന അടക്കം കാര്യങ്ങൾ നടപടിയെടുത്ത് അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വർഷം 3 കഴിഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ 80 കടുവകളുള്ള വയനാട്ടിൽ അതിനെ മാറ്റണം. അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 30-40 കടുവകളെ മാറ്റണം. അത് എങ്ങോട്ട് മാറ്റുമെന്ന് ചോദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മണ്ണാർക്കാട് മോഡലിൽ നമ്മുടെ സഫാരി പാർക്കുകൾ ഉണ്ടാക്കാം. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഒരു സഫാരി പാർക്കിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതുപോലെ വയനാട്ടിൽ ചെയ്യാം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ പുതിയൊരു ഓപ്പൺ സൂ വരുന്നുണ്ട്. അത് ഈ കടുവകൾ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മനുഷ്യനെ അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും കുറച്ചുകൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്, എടുക്കേണ്ട തീരുമാനവുമാണ്. ഷാനവാസ് എന്തായിരുന്നു? സാറേ, നമ്മളിവിടെ ഇരിക്കുന്നതേ നമ്മുടെ വിഷമം പറയാനാണല്ലോ. ചിന്തിക്കണം, ഈ ഒരു സമയത്ത് വളരെ വിഷമമായ മനസ്സിന് തട്ടിയൊരു വാർത്ത കണ്ടപ്പോൾ ഞങ്ങളോട് പറയാണ്, ഇത്രയും ഒരു കൃത്യം ഇവിടെ നടന്നിട്ട് ഇപ്പോഴും ജീവന് വേണ്ടിയിട്ട് നട്ടോടുന്ന മനുഷ്യർ, അതിനൊന്ന് എങ്ങനെങ്കിലും ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും നടക്കുന്ന പിന്നെ അരുൺ സാറിനെ പോലത്തെ മറ്റ് ബറ്റാലിയൻ ടീമുകൾ, അവരൊക്കെ കഷ്ടപ്പെടുമ്പോഴും ഇന്ന് വരെ ഇവിടെ വരികയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്യാത്ത ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ട്. നമുക്ക് ചിന്തിക്കണം, ഇത്രയും വലിയൊരു വിഷയം ഇവിടെ നടക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ജീവിതം എന്ത് ചെയ്യുമെന്ന് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരെ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി ഉല്ലസിക്കുകയാണ് സാർ. ന്യൂസ് നോക്ക്, കാണുന്നുണ്ടോ നിങ്ങൾ? ആരിലാണ് സാർ ഈ നാടിന്റെ പ്രതീക്ഷ? ആരിലാണ്? ഇവിടുത്തെ നിയമം ആർക്ക് വേണ്ടിയാണ് സാർ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇടപെടേണ്ട ആളല്ലേ അവര്? കലക്ടർ വരുന്നില്ല, വനവകുപ്പ് മന്ത്രി വരുന്നില്ല, പുള്ളിക്കുന്ന സമയമില്ല പോലും ഇങ്ങോട്ട് വരാൻ. സമയം ഉണ്ടാകുമ്പോൾ നാളെ മറ്റന്നാളോ വരാമെന്നാണ് വിളിച്ചു പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ. ചിന്തിച്ചു നോക്ക് സാർ, ആരിലാണ് ജനങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത്? ചിന്ന ഭിന്നമായിട്ട് എല്ലാവരും ഇവിടുന്ന് മരിച്ചു വീണാൽ ഒരാളും ഇടപെടില്ല. പാവപ്പെട്ടവർക്ക് വിലയില്ല സാറേ, വിലയില്ല. വനമന്ത്രി ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇതാ സാർ, കോഴിക്കോട് നടക്കുന്ന ഫാഷൻ ഷോയിൽ പാട്ട് പാടി ഉല്ലസിക്കുന്ന വീഡിയോ അടക്കതാ മനോരമ ന്യൂസ് ഇതാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്ക് സാറേ, ഇതാണ് അവസ്ഥ. അവരെ പുള്ളിക്കാരെന്ന് വിളിച്ചപ്പോൾ
വരാൻ പറ്റില്ല, തിരക്കിലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചത് എവിടെ വനം വകുപ്പ് മന്ത്രിയോട് എത്ര ഒരു ക്രിട്ടിക്കൽ നിയമസഭയിൽ പറഞ്ഞെന്താണെന്നറിയോ? അത് നിയമസഭയിൽ പറഞ്ഞത് ഈ നാട്ടിൽ ഞങ്ങൾ ഇവിടെ കണ്ണീര് കൊണ്ട് പാട്ട് പാടുന്ന സമയത്ത് അല്ല എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ചോദിക്കുമ്പോൾ നാട്ടിൽ നിന്ന് ടീം ഇറങ്ങിപ്പോയി അവിടെ കാട്ടുമൃഗങ്ങളെ കുത്തി നാട്ടിലോട്ട് വിടുക എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒന്നും പറയാതിരിക്കുന്നതിനൊക്കെ നല്ല അദ്ദേഹം പാട്ട് പാടുന്നത് തന്നെയാണ് കേട്ടോ. തിരികെ തമിഴ് ശേഷം